Hello guys, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ Redmi Note 11 Pro Plus 5G എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോണിന്റെ അൺബോക്സിംഗ് ആൻഡ് ഒരു ഫസ്റ്റ് ഇംപ്രഷനും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ. അപ്പം ഇതിൻ്റെ ഒരു ചെറിയ അൺബോക്സിങ്ങും അതുപോലെ തന്നെ ഒരു ഫസ്റ്റ് ഇംപ്രഷനുമാണ്. അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, നേരെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഒരു ബോക്സ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഫോണിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ Redmi Note 11 Pro Plus എന്ന് ഇവിടെ എഴുതിയതായിട്ട് കാണാം. ഇനി നമ്മൾ മെയിനായിട്ട് നോക്കുന്ന പറഞ്ഞാൽ ഇതിൻ്റെ പിറകിലായിട്ട് ഇതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷനൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം നമുക്ക് ഇത് അൺബോക്സ് ചെയ്യട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ Snapdragon 695ൻ്റെ പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 7 ബാൻഡ് 5G സപ്പോർട്ടഡും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ 120 ഹെർട്സിൻ്റെ ഒരു സൂപ്പർ AMOLED ഡോട്ട് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ 67 വാട്ടിൻ്റെ ഒരു ടർബോ ചാർജ് ടെക്നോളജിയാണ്. അതുപോലെ തന്നെ 5000 mAhൻ്റെ ഒരു ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ 108 മെഗാ പിക്സലിൻ്റെ ഒരു AI ട്രിപ്പിൾ ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 16 മെഗാ പിക്സലിൻ്റെ ഒരു AI സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള IR ബ്ലാസ്റ്റർ, അതുപോലെ തന്നെ എന്താ പറയുക, സ്പ്ലാഷ് പ്രൂഫ്, അതുപോലെ അപ് ടു 3 GB വിർച്വൽ റാം തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. എന്തായാലും ഇനി നമുക്ക് അടുത്തതായിട്ട് ഇത് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒറ്റ കാര്യം കൂടെ പറയാം. അതായത് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു വേരിയൻ്റ് എന്ന് പറയുന്നത് 6GB 128GB വേരിയൻ്റ് ആണ് കേട്ടോ. ഓക്കെ, എന്തായാലും ഇനി നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്കിവിടെ പവേർഡ് ബൈ Redmi എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ബോക്സ് കാണുന്നുണ്ട്. ഓക്കെ, പവേർഡ് ബൈ Redmi എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, ഇത് തുറന്ന് നോക്കുന്ന സമയത്ത് ഇതിനുള്ളൊരു കേസ് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ യൂസർ മാനുവൽ ആണെന്ന് തോന്നുന്നു. ഫസ്റ്റ് തന്നെ കേസ് ഒന്ന് എടുത്ത് നോക്കാം. നല്ല ടൈറ്റ് പാക്കാണ്. ഓക്കെ, അത്യാവശ്യം ഹാർഡായിട്ടുള്ള നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു കേസിന്. എന്തായാലും കേസ് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മുടെ ഫോൺ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫോണ് എടുത്ത് നോക്കാം. വാ, സംഭവം എന്തായാലും ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് പിടിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല ലൈക്ക് ആയിട്ടുണ്ട്. എന്തായാലും ഫോൺ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ബോക്സിൽ മറ്റെന്തൊക്കെയാണല്ലോ നോക്കാം. ഓക്കെ, ഒരു പേപ്പറുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ സാധനം 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു ചാർജിങ് ഡോക്കും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മളെ ഇതിൻ്റെ വയറും വരുന്നുണ്ട്. ടൈപ്പ് സി കേബിളും അതുപോലെ തന്നെ ഈ ഒരു ചാർജിങ് അഡാപ്റ്ററുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ബോക്സിൽ ഉണ്ടായിരുന്നത്. മെയിനായിട്ട് അതിൻ്റെ ചാർജർ, ഫോണ്, അതുപോലെ അതിൻ്റെ ഒരു കേസ്, ഈ 3 സാധനങ്ങളാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫോൺ തന്നെ ഒന്ന് ഫസ്റ്റ് ആയിട്ട് എടുത്ത് നോക്കാം. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് നമ്മുടെ ഫോണിലോട്ട് തന്നെ വരാം. ഫസ്റ്റ് തന്നെ ഈ കവറും കാര്യങ്ങളൊക്കെ നമുക്ക് പൊളിച്ച് കളയാം. വാവ്, ഇറ്റ്സ് നൈസ്. വേണ്ട, ബാക്കല്ല, അത്യാവശ്യം നല്ല ഒരു പ്രീമിയം ലുക്ക് നമുക്ക് തരുന്നുണ്ട്. നൈസായിട്ടുണ്ട്. ആ ഒരു ക്യാമറ മൊഡ്യൂളും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഒരു നൈസ് ഡിസൈനാണെന്ന് പറയാം. ഓക്കെ, കണ്ട. പിന്നെ അതുപോലെ തന്നെ നല്ല സുഖമുണ്ട് കേട്ടോ, കയ്യിൽ പിടിക്കാനൊക്കെ നല്ല സുഖമുണ്ട്. അത്യാവശ്യം വെയിറ്റ് അത്യാവശ്യം നല്ല കുറവാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, ഒരു ബബിൾ ഉണ്ട്. അതായത് ഇതിൻ്റെ ആ സ്ക്രീനിൻ്റെ മുകളിലോട്ട് ചില ഒരു സ്റ്റിക്കറിൻ്റെ ഉള്ളിലായിട്ട് എന്തോ ഒരു പൊടി കുടുങ്ങിയിട്ട് ഒരു ബബിൾ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റിക്കർ നമുക്ക് നൈസായിട്ട് പറിച്ച് കളയാം. കണ്ട, അപ്പം ഇതാണ് മൊത്തത്തിൽ നമ്മുടെ ഒരു ഫോണിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. എനിക്ക് നല്ല എന്താ പറയുക, നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്യാമറ മൊഡ്യൂൾ അത്യാവശ്യം നൈസായിട്ടുള്ളൊരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഇവിടെ റെഡ്മിയുടെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ ഒരു മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ അടിയിലായിട്ട് നമുക്ക് ഇവിടെ ഒരു സ്പീക്കർ ഗ്രില്ല് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ടൈപ്പ് സി പോർട്ട്, അതുപോലെ തന്നെ സിമ്മിൻ്റെ ആ ഒരു പിന്നുണ്ട്. പിന്നെ ഇവിടെ മൈക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് എന്താ പറയുക, നമ്മുടെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണും അതുപോലെ തന്നെ പവർ ബട്ടണും കാണാം. മുകളിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഒരു നോയിസ് ക്യാൻസലേഷൻ മൈക്കും അതുപോലെ തന്നെ നമ്മുടെ ഒരു സ്പീക്കറും അതുപോലെ ഒരു 3.5mm ഓഡിയോ ജാക്കും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ഒരു പഞ്ച് ഹോൾ ക്യാമറ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മൊത്തത്തിൽ നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. ഡിസൈൻ വൈസ് എനിക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഫോൺ, ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെ ഫോണൊക്കെ ഓപ്പൺ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് സമയം ഉപയോഗിച്ച് നോക്കി.
നോക്കിട്ടോ. കുറച്ച് നേരം ഞാൻ ഫോൺ ഉപയോഗിച്ച് നോക്കി. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻ ഒക്കെ നോക്കിയിട്ട് തന്നെ വീഡിയോ തുടങ്ങാം. ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആൻഡ്രോയിഡ് 11 ആണ് വരുന്നത് ഔട്ട് ഓഫ് ദ ബോക്സ്. ആൻഡ്രോയിഡ് 12 ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളി ആയിരുന്നേനെ. എന്തായാലും അതൊരു ഒരു മാരക മിസ്സിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു വലിയൊരു കുറവ് തന്നെയാണ് ആൻഡ്രോയിഡ് 12 കൊടുക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ MIUI വേർഷൻ 13 ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എൻ്റെ കയ്യിലുള്ള ഈ ഒരു വേർഷൻ എന്ന് പറയുന്നത് 6GB 128GB വേരിയൻ്റ് ആണ്. പിന്നെ ഇതിലെ പ്രോസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 695 എന്ന് പറയുന്ന ഒരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ മെയിനായിട്ടൊരു സ്പെസിഫിക്കേഷൻ എന്ന നിലയ്ക്ക് പറയാനുള്ളത്. അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മനോഹരമായിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നൈസായിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്. ഒരു പഞ്ച് ഹോൾ ക്യാമറ ഒക്കെ വന്നിട്ട് നല്ലൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മാക്സിമം 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ 1200 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ലെവലും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, 1200 നിറ്റ്സ് ആണ് കേട്ടോ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ മറ്റൊരു കാര്യം പറയുന്നത് HDR സർട്ടിഫൈഡ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അവിടെ പറയാനുള്ള ഒരു മേജർ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ഫോണിൽ നമുക്ക് വീഡിയോസ് കാണുന്ന സമയത്ത് HDR വീഡിയോസ് അതുപോലെ തന്നെ 4K വീഡിയോസ് ഒന്നും നമുക്ക് ഈ ഒരു ഫോണിൽ കാണാനായിട്ട് സാധിക്കില്ല. ആ ഒരു HDR വീഡിയോ HDR ക്വാളിറ്റിയിൽ തന്നെ, അല്ലെങ്കിൽ 4K വീഡിയോ 4K ക്വാളിറ്റിയിൽ നമുക്ക് ഈ ഒരു ഫോണിൽ കാണാനായിട്ട് സാധിക്കില്ല. സമം പ്രോസസ്സറിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമാണ്. അതായത് നമ്മുടെ ഈ ഒരു പ്രോസസ്സർ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഡിസ്പ്ലേ ഒക്കെ HDR സർട്ടിഫൈഡ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എന്നാലും നമുക്ക് ഇതിൽ 4K വീഡിയോസ് ഒന്നും കാണാൻ പറ്റില്ല എന്നുള്ളത് ഒരു മേജർ ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, ക്യാമറനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 108 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 108 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ്, അതുപോലെ 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ ക്യാമറയിലോട്ട് തന്നെ വരാം. ഇതിൻ്റെ ഒരു പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ 108 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. ഓക്കെ, എന്തായാലും ഞാൻ ഇതിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നോക്കി. ആദ്യം തന്നെ നമുക്ക് നോക്കേണ്ടത് 108 മെഗാ പിക്സൽ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളതാണ്. അപ്പം ഞാനിതിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നോക്കി. ഈ ഒരു നോർമൽ ഫോട്ടോ മോഡിലിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നോക്കി. തിരക്കേടില്ലാത്ത ഫോട്ടോ, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോ എന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ അടിപൊളി ഫോട്ടോ എന്നൊന്നും പറയാനില്ലെങ്കിലും അത്യാവശ്യം തിരക്കേടില്ലാത്ത ഫോട്ടോയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വീഡിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഫുൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4K കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇതിൽ ഫുൾ HDയിൽ 30 FPS വരെ നമുക്ക് ഷൂട്ട് ചെയ്യാം. 60 FPS ഒന്നും അവൈലബിൾ അല്ല. ഓക്കെ, ആ കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. പിന്നീട് നമ്മൾ മറ്റൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ മോർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഫോട്ടോയിൽ നമുക്ക് ഫോട്ടോ എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ബെറ്റർ ക്വാളിറ്റി കിട്ടാനായിട്ട് നമ്മൾ ഇതിൽ മോറിൽ പോയാൽ 108 മെഗാ പിക്സൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അൾട്രാ HDയിൽ കുറച്ചും കൂടെ ഡീസൻ്റ് ആയിട്ടുള്ള കുറച്ചും കൂടെ അടിപൊളിയായിട്ടുള്ള പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ആ ഒരു അൾട്രാ HDയിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഇതിൻ്റെ ഫോട്ടോ സാമ്പിൾസും അതുപോലെ തന്നെ വീഡിയോ സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ Redmi Note 11 Pro Plusലെ എന്താ പറയുക ഫ്രണ്ട് ക്യാമറയിലുള്ള വീഡിയോ ആണ്. ഫ്രണ്ട് സെൽഫി ക്യാമറയിലുള്ള വീഡിയോ ആണ്. 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. അപ്പോൾ അത്യാവശ്യം തിരക്കില്ലാത്തൊരു ക്വാളിറ്റി കിട്ടുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റി കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ക്വാളിറ്റി കാണിച്ചു തരുന്നതിന് മുമ്പായിട്ട് മറ്റൊരു കാര്യം പറയാം. അതായത് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് 8K വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ഇതിലുള്ള മാക്സിമം ക്വാളിറ്റി എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കിതിൽ മാക്സിമം ഫുൾ HDയിൽ മാത്രമേ വീഡിയോസ് കാണാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്ക് കാണാം ഇവിടെ 1080p മാത്രമേ കാണാൻ സാധിക്കൂ. 4K ഒന്നും കാണാനായിട്ട് സാധിക്കുന്നതല്ല. ഓക്കെ, എന്തായാലും നമ്മളിവിടെ 1080p തന്നെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, എനിക്ക് അത്യാവശ്യം ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ വീഡിയോ ക്വാളിറ്റിയിൽ.
ഓക്കെ, എന്തായാലും വീഡിയോ ക്വാളിറ്റി നിങ്ങൾ കണ്ടു. അത്യാവശ്യം നല്ലൊരു വീഡിയോ ക്വാളിറ്റി, നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം അതിൽ വേറെ തർക്കമൊന്നുമില്ല. നിങ്ങളിപ്പം ഒരു 4K ഉള്ള വീഡിയോസൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളോ, അല്ലെങ്കിൽ 4K തന്നെ അല്ലെങ്കിൽ HDR വീഡിയോസൊക്കെ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം അത് അങ്ങനെയുള്ള ആളുകൾക്ക് അതൊരു ഡ്രോബാക്ക് ആയിട്ട് വരുള്ളൂ. എനിക്കിപ്പം വലിയ തിരക്കേടില്ലാണ്ട് നമുക്ക് ഫുൾ HD തന്നെ നല്ല വീഡിയോസ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതൊരു അങ്ങനെയുള്ള വീഡിയോസ് കാണുന്ന ആഗ്രഹിക്കുന്നവർക്ക് അതൊരു വലിയൊരു ഡ്രോബാക്ക് ആയിരിക്കും. എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്, നല്ല രീതിയിലുള്ള വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും കൂടെ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. നമുക്ക് അത്യാവശ്യം നല്ലൊരു ലൗഡായിട്ടുള്ളൊരു സ്പീക്കർ സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ്. അതായത് ഇതൊരു ഡോൾബി സ്റ്റീരിയോ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നല്ലൊരു എന്താ പറയുക ഓഡിയോ അനുഭവം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഈ ഒരു വീഡിയോ ആൻഡ് ഓഡിയോ ക്വാളിറ്റിയിൽ നോക്കുകയാണെങ്കിൽ ഞാൻ അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണ്. നമ്മുടെ ഒരു 4Kയുടെയും അതുപോലെ HDRൻ്റെയും വിഷയം ഒന്ന് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യം ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. വളരെ ഒരു സിനിമയൊക്കെ കാണുന്നുണ്ടെങ്കിൽ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ തന്നെ ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യമാണ് നമ്മുടെ ഈ ഒരു വീഡിയോ ആൻഡ് ഓഡിയോ ക്വാളിറ്റിനെ പറ്റി പറയാനുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഇതിന്റെ ഒരു ഫിംഗർ പ്രിന്റിന്റെ ആണെങ്കിൽ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് നമ്മുടെ ഈ ഒരു പവർ ബട്ടണിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ആണ്. വേണമെങ്കിൽ ഇവരുടെ ഈ ഒരു എന്താ പറയുക ഇൻ ഡിസ്പ്ലേ ആയിട്ട് തന്നെ ഫിംഗർ പ്രിന്റ് സെൻസർ ഒക്കെ കൊടുക്കായിരുന്നു. ഏതായാലും ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് നമ്മുടെ ഈ ഒരു പവർ ബട്ടണിൽ തന്നെയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസറിന്റെയും അതുപോലെ തന്നെ ഫേസ് അൺലോക്കിന്റെയും ഒക്കെ ഫാസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ലോക്ക് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ ഫാസ്റ്റ് ആണ്, അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഫേസിൻ്റെ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഫേസ് അൺലോക്കും വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ, ജസ്റ്റ് ഒന്ന് തിരിക്കുമ്പോൾ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ ഫേസ് അൺലോക്കും അതുപോലെ തന്നെ നമ്മുടെ ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ Redmi Note 11 Pro Plus 5Gയെ പറ്റിയിട്ട് പറയാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പം ഇതിൽ ഞാൻ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ള 2-3 നെഗറ്റീവുകളുണ്ട്. അപ്പം അത് ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇതിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൽ 4Kയിലൊന്നും വീഡിയോസ് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. ഇനി ഫുൾ HD മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റൂ. ഇനി ഫുൾ HD തന്നെ നമുക്ക് 30 FPS വരെ പറ്റുള്ളൂ. ഇനി 60 FPS കാര്യങ്ങളൊന്നും ലഭിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ രണ്ടാമതായിട്ടും മൂന്നാമതായിട്ടും പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ HDR വീഡിയോസ് നമുക്ക് കാണാൻ പറ്റില്ല, അതുപോലെ തന്നെ 4K വീഡിയോസ് നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം ഈ ഒരു 3 കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിലൊരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു 3 കാര്യങ്ങളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇനി മൊത്തത്തിൽ ഈ ഒരു ഫോണിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല ക്യാമറ ഫോൺ എടുക്കുകയാണ്, നിങ്ങൾ വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ എടുക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിനേക്കാളും നല്ല ഫോണുകൾ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ 4Kയും വീഡിയോ ഒന്നും സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ പർപ്പസിന് ഇത് എത്രത്തോളം നന്നാവും എന്ന് എനിക്ക് അറിയില്ല. ഞാനിപ്പം ഇതിൽ വീഡിയോ എടുത്ത് നോക്കിയിട്ട് ഡീസൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പോലും 4K ഒന്നും സപ്പോർട്ടഡ് അല്ല. ഇനി അതുപോലെ തന്നെ നിങ്ങളൊരു ഗെയിമിങ്ങിനാണ് ഈ ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിനേക്കാളും നല്ല ഗെയിമിംഗ് ഫോണുകൾ കിട്ടാറുണ്ട്, നല്ല സ്പെസിഫിക്കേഷൻ ഒക്കെ ഉള്ള ഫോണുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗെയിമിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടോ ഒക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് നിങ്ങൾ ഫോൺ എടുക്കാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഫോൺ അല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ആർക്കാണ് ഈ ഒരു ഫോൺ എടുക്കാൻ പറ്റുക? അതാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു ഓൾറൗണ്ട് ആയിട്ട് എല്ലാ കാര്യങ്ങളും നടക്കണം, അതായത് നല്ല ഡീസൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു പോകണം എന്നുള്ള ആളുകൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഫോണാണ്. അത്യാവശ്യം തിരക്കില്ലാത്ത ക്യാമറ, അത്യാവശ്യം തിരക്കില്ലാത്ത പ്രോസസ്സർ, നല്ല അടിപൊളിയായിട്ടുള്ള സ്ക്രീന്, ഡിസ്പ്ലേ, സൗണ്ട് ക്വാളിറ്റി, മൊത്തത്തിൽ നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു ഫോണായിട്ട് ഗെയിം കളിക്കാൻ ഗെയിം കളിക്കാം, വീഡിയോ എടുക്കാം, ഇനി വീഡിയോസ് കാണണമെങ്കിൽ അങ്ങനെ എല്ലാത്തിനും വരുന്ന ഒരു ഓൾ ഓവർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓൾറൗണ്ട് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. എല്ലാ ആവശ്യങ്ങൾക്കും പറ്റിയിട്ടുള്ള നല്ലൊരു സ്മാർട്ട് ഫോണാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ചൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്, 5G ഫോണാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് അതായത് എന്തൊക്കെയാണെങ്കിലും നല്ല രീതിക്ക് ഒരു ഡെയിലി ലൈഫിൽ നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ എന്നുള്ള നിലക്കാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഓക്കെ, അല്ലാതെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ക്യാമറക്ക് അല്ലെങ്കിൽ ഗെയിമിംഗ് ഫോൺ എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും ഇനി ഇതിന്റെ പ്രൈസ് വരുന്നത് ബേസ് വേരിയന്റ് ആയിട്ടുള്ള 6GB റാം അതുപോലെ തന്നെ 128GB ഇന്റർണൽ സ്റ്റോറേജ് വരുന്നതിന് ഏകദേശം 21,000 രൂപ, അതുപോലെ തന്നെ
6 GB റാം 256 GB ഇന്റർണൽ സ്റ്റോറേജിന് വരുന്നത് 22,000 സംതിങ് ആണ്. അതുപോലെ തന്നെ 22 23 കറക്റ്റ് അറിയില്ല, ഞാൻ അതായത് സ്ക്രീനിൽ ഇട്ടുതരാം. അതുപോലെ തന്നെ ഇതിന്റെ ഹൈ വേരിയന്റ് ആയിട്ടുള്ള 8 GB അതുപോലെ തന്നെ 256 GB 24,000 ആണ് വരുന്നത്. അപ്പം പ്രൈസും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനെ പറ്റിയുള്ള കൂടുതൽ വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൽ നല്ല കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പ്രതീക്ഷയോടെ.